എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ. എന്താന്നല്ലേ, മറ്റാരെക്കുറിച്ചുമല്ല, നമ്മുടെ തെറിത്തള്ളയെക്കുറിച്ച്. തെറിത്തള്ള വിതുമ്പി നമ്മുടെ ജഗതിയും മറ്റേ ഇവരില്ലേ, അയ്യോ മറന്നും പോയി, ശ്രീനിവാസനും. ജഗതിയും ശ്രീനിവാസനും ഉദയനാണ് താരത്തിൽ ജഗതി പറഞ്ഞു പഠിപ്പിക്കുന്നില്ലേ, ഇങ്ങനെ പല പല ആക്ഷനുകൾ ലൈവിൽ വന്ന് ആക്ഷൻ ഇട്ട് പോയത് ഞാൻ കണ്ടു. പൊള്ളുന്നുണ്ടല്ലേ, നന്നായിട്ട് പൊള്ളുന്നുണ്ടല്ലേ. എടി തെറിത്തള്ളേ, നിനക്ക് നിൻ്റെ മകൻ എങ്ങനെയോ അല്ലെ നിനക്ക് നിൻ്റെ മക്കൾ എങ്ങനെയോ അതേപോലെ തന്നെയാണ് തെറിത്തള്ളേ എനിക്കായാലും ജാമിദ ടീച്ചർക്കായാലും ഹാരിഫ് ഹുസൈനാണെങ്കിലും VK ബൈജുവിനാണെങ്കിലും എല്ലാവർക്കും മക്കളെ പറയുമ്പോൾ പൊള്ളുവടിയേ. നീ ഇപ്പം വിതുമ്പിയതുപോലെ അവർക്കും വിതുമ്പൽ വരും. അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും വേണ്ടാതീനം പറയുമ്പോൾ നീ എന്തിനാടി ഇങ്ങനെ വിതുമ്പിക്കരയാൻ ശ്രമിക്കുന്നത്? നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ടാണോ? എങ്കിൽ നീ ഇതിനൂടെ ഒന്ന് ഉത്തരം എന്താ? 10 വയസ്സ് 11 വയസ്സുള്ള എൻ്റെ മകളും 15 വയസ്സുള്ള എൻ്റെ മകനും ശരീരം വിറ്റിട്ടാണ് ജീവിതം പുലർത്തുന്നത് എന്ന് പറഞ്ഞ നിന്റെ ആ നാവ് കൊണ്ടല്ലേ നീ ഇപ്പം കരയുന്നത്, നീ തിരിച്ചു പറയുന്നത്? അതിന് നിനക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോടി തെറിത്തള്ളേ? അതെന്തേ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് വേദനിച്ചില്ലേ? ജാമിദ ടീച്ചറുടെ മകളെക്കുറിച്ച് ആ കുട്ടിയുടെ വാപ്പേനെ വെച്ച് പറഞ്ഞപ്പോൾ അവർക്ക് പൊള്ളിയില്ലേ? അതെന്താടി പൊള്ളലല്ലേ? നിന്റെ കാര്യത്തിലും നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും മാത്രമേ ഈ പൊള്ളലുള്ളൂ. ഞങ്ങളാരും അമ്മമാരല്ലേ? ഞങ്ങൾക്കാർക്കും ഇല്ലേ ഈ പൊള്ളല്? ഓർത്തോടി, ആരുടെ മുമ്പിലും തല കുനിക്കാതെ എല്ലാരുടെ മുമ്പിലും അഹങ്കാരം കൊണ്ട് നടക്കുന്ന നീ, എൻ്റെ ഒരു വാക്കാല നിന്റെ കണ്ണിന്നൊരു തുള്ളി കണ്ണീരെങ്കിലും വീണിട്ടുണ്ടേ, തോറ്റടി നീ അവിടെ തീർന്നടി. നീ ആരൊക്കോ കൊണ്ടോന്ന്, എൻ്റെ എനിമികളെ കൊണ്ടോന്ന് നീ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. നടക്കത്തില്ല കൊച്ചേ. ദൈവം സത്യത്തിൻ്റെ ഭാഗത്തേ നിൽക്കുള്ളൂ. നിന്റെ മൊയന്ത പോലത്തെ മക്കള് ഈ ഡ്രഗ്സ് അഡിക്റ്റ് ആണ് എന്നുള്ളത് നീ പറയാതെയും ഞാൻ പറയാതെയും സമൂഹത്തിന് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നിന്റെ മൂത്ത മോനാണ് എന്നെ നോക്കിയത്, രണ്ടാമത്തെ ഇളയതിന് അത് ചെള്ളാജി പെണ്ണേ. മൂത്തവനാണ് എന്നോട് ക്രഷ് അടിച്ചത്. അത് ഞാൻ പല പ്രാവശ്യം തിരുത്തി നിനക്ക് തരുന്നിട്ട് നീ തിരുത്താൻ തയ്യാറാവുന്നില്ല. കാരണം നിനക്ക് നിന്റെ മൂത്ത മോന് ഒരാളോട് ക്രഷ് അടിച്ചു എന്ന് പോലും നിനക്ക് ചിന്തിക്കാൻ പറ്റൂല. കാരണം നിങ്ങൾ തമ്മിലുള്ള ലിപ് ലോക്ക് സോഷ്യൽ മീഡിയ മുഴുവനും സ്പ്രെഡായൊരു സംഭവമല്ലേ. അപ്പം ആ മോന് വേറൊരാളെ നോക്കിയിരുന്നു എന്ന് കേട്ടാ സഹിക്കത്തില്ല തള്ളേ. അതുകൊണ്ടാണ്. ഏതായാലും ഞങ്ങൾക്കും കുഞ്ഞുങ്ങളാണുള്ളത്. ആരുടെ കുഞ്ഞുങ്ങളെയും പറഞ്ഞാൽ ആർക്കും വിഷമാവുന്നുള്ള ബോധം ഇനിയെങ്കിലും നിനക്ക് വേണം. അതില്ലാത്തടത്തോളം കാലം ഇതേപോലെ ഇനിയും നീ നവരസങ്ങളിടും, ഇടിക്കും ഞാൻ. എന്തേ ഇത് കാണുന്ന ആരും കേസ് കൊടുക്കാൻ പോവാത്ത? എന്തേടി നിനക്ക് പോയാൽ? നീ പോയി കേസ് കൊടുക്ക്. കേസ് ഞാൻ വാദിച്ചാൽ പോരെ? നീ പോയി കൊടുക്കടി. അപ്പം മറ്റുള്ളവല്ല കേസിന് വേണ്ടിയിട്ട് പൈസ ചോദിക്കാതെയും മറ്റുള്ളവരോട് കേസ് നടത്തണമെന്ന് പറയാതെയും മറ്റുള്ളവരോട് കേസ് കൊടുക്കുകയെന്ന് പറയുകയും ചെയ്യാതെ സ്വന്തക്ക് പോയി കൊടുക്കുമോളെ. ഭയങ്കര തറവാട്ടുകാരിയല്ലേ? മിനി ഗോവ എന്നറിയപ്പെടുന്ന സ്ഥലത്തല്ലേ ഇപ്പം ജീവിതം പുലർത്തുന്നത്. ഏതായാലും നവരസം എനിക്കിഷ്ടമായിട്ടോ.